ശ്രീനഗർ വിമാനത്താവളത്തിൽ 2 അമേരിക്കൻ പൗരന്മാർ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ പിടിയിൽ. നിരോധിത സാറ്റലൈറ്റ് ഫോണുകളുമായാണ് ഇവർ പിടിയിലായത്. ഇവരെ കൂടുതൽ അന്വേഷണത്തിന് പോലീസിന് കൈമാറി. അടുത്തിടെ മണിപ്പൂരിൽ നിന്നും ഒരു CIA ചാരനെ NIA അറസ്റ്റ് ചെയ്തിരുന്നു. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും എസ് ശ്രീകാന്ത് ചേരുന്നുണ്ട്. ശ്രീകാന്ത്, ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമാകുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? രോഹിണി, സുരക്ഷാ സംബന്ധമായി നോക്കുമ്പോൾ ആശങ്ക ഉയർത്തുന്ന സംഭവം തന്നെയാണ് ഇത്. കാരണം നിരോധിതമാണ് സാറ്റലൈറ്റ് ഫോണുകൾ ഉപയോഗിക്കുന്നത് ഇന്ത്യയിൽ. അത് ചില സുരക്ഷാ കാരണങ്ങൾ കൊണ്ടാണ് അങ്ങനെ ഒരു നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളത്. രണ്ടാമത്, ഈ സർക്കാരിൻ്റെ മുൻകൂർ അനുമതി കൂടാതെ ഇത് ഉപയോഗിക്കാനും സാധിക്കില്ല. ആ ഘട്ടത്തിലാണ് ശ്രീനഗർ പോലെ, നമുക്കറിയാം കശ്മീർ എത്രത്തോളം തന്ത്രപ്രധാനമായ സ്ഥലമാണ് എന്നുള്ളത്. സുരക്ഷാ കാരണങ്ങളാൽ അവിടെ ഒട്ടനവധി നിയന്ത്രണങ്ങളും ഏർപ്പെടുത്താറുണ്ട്. അവിടെ കൊടും ഭീകരവാദികൾ പരസ്പരം സംസാരിക്കുന്നതിന്, പരസ്പരം ആശയവിനിമയം നടത്തുന്നതിന് ഉപയോഗിക്കുന്നത് ഈ സാറ്റലൈറ്റ് ഫോണുകൾ കൂടിയാണ്. ഇതിനിടയിലാണ് 2 US പൗരന്മാർ ഈ സാറ്റലൈറ്റ് ഫോണുകളുമായി ശ്രീനഗർ വിമാനത്താവളത്തിൽ എത്തുന്നത്. ഇതിനിടെ അവിടെ ഈ പരിശോധനയിൽ ബാഗേജിൽ ഈ ഫോൺ കണ്ടെത്തുകയാണ് ഉണ്ടായത്. തുടർന്ന് പോലീസിന് കൂടുതൽ അന്വേഷണത്തിനായി കൈമാറിയിട്ടുണ്ട്. മൊണ്ടാന സ്വദേശി ജെഫ്രി സ്കോട്ട് എന്ന വ്യക്തിയാണ്, ഇയാളുടെ ബാഗിലാണ് ഫോണ് കണ്ടെടുത്തത്. ഇയാൾക്കൊപ്പം മറ്റൊരു വ്യക്തി കൂടി ഉണ്ടായിരുന്നു. അതേസമയം അടുത്തിടെ മണിപ്പൂരിൽ നിന്നും ഒരു CIA ചാരനെ NIA അറസ്റ്റ് ചെയ്ത വിവരം കൂടി ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ്. ഈ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ചാര ശൃംഖലയിൽപ്പെട്ട ആളുകൾ രാജ്യത്ത് അട്ടിമറിക്ക് ശ്രമം നടത്തുന്നു എന്നുള്ള വിവരങ്ങൾ, സ്ഥിരീകരിച്ച വിവരങ്ങൾ നേരത്തെ NIA തന്നെ പുറത്തുവിട്ടതാണ്. ഈ പശ്ചാത്തലത്തിൽ വേണം ഇതിനെ കൂടി കാണാൻ. വിശേഷിച്ചും ഇവരെത്തിയത് കശ്മീരിലാണ്, ശ്രീനഗറിലാണ് എന്നുകൂടി ഓർക്കേണ്ടതുണ്ട്. ശരി, ശ്രീകാന്താണ് ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.